ഹലോ ഗൈസ്, നിങ്ങൾക്ക് ഈ ചായ കണ്ടപ്പോഴേ മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് എന്താ വീഡിയോ എന്ന്. യെസ് ഗൈസ്, ഇന്ന് വാട്ട ഈറ്റിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ തന്നെ എണീറ്റ് വന്ന് പല്ല് തേച്ച ഉടനെ ഒരു കട്ടൻ ചായ കുടിച്ചു. ഇന്ന് കട്ടൻ ചായ മാത്രമല്ല കേട്ടുള്ളൂ, ഒന്ന് ഗുഡ് ഡേയുടെ ബിസ്ക്കറ്റും ഉണ്ട്. അപ്പോൾ ഗുഡ് ഡേയുടെ 2 ബിസ്ക്കറ്റും കഴിച്ചു. ഇന്ന് ഞാൻ എണീക്കാൻ കുറച്ച് കഴിയുക കാരണം അച്ചമ്മയാണ് ചായ വെച്ചത്. അച്ചമ്മ ചായയിൽ മധുരയിടില്ല, അപ്പോൾ മധുരമില്ലാത്ത ചായ കുടിച്ചിട്ടായിരുന്നു ഇന്നത്തെ തുടക്കം. പിന്നെ ഒരു 8:30-9 മണിയായപ്പോൾ ഇന്ന് നമ്മൾ മസാല ദോശയാണ് ഉണ്ടാക്കിയിരുന്നത്. മസാല ദോശയും ഇന്നലെ വീട്ടിൽ നിന്ന് കൊടുന്ന ചിക്കൻ കറി ഉണ്ടായിരുന്നു, അതും ചൂടാക്കിയതായിരുന്നു. മസാല ദോശ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വീട്ടിലുണ്ടാക്കണത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മസാല ദോശ. അതുകൊണ്ട് തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കുശാലായി. പിന്നെ ഒരു 10-11 മണിയായപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് കൊടുന്ന സീതാപ്പഴം ഉണ്ടായിരുന്നു ഇവിടെ. ഇതിനെന്താ കറക്റ്റായി പറയാമെന്നറിയില്ല, എന്തെങ്കിലും ആവട്ടെ. അതൊരു പീസ് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല മധുരമുള്ള സീതാപ്പഴമായിരുന്നു. പിന്നെ 12 മണിയൊക്കെ ആയപ്പോൾ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ ഒരു ചോക്കോബാർ കിടക്കണു. പിന്നെ അതിനെയും വെറുതെ വിട്ടില്ല, അതും എടുത്ത് കഴിച്ചു. വിശപ്പിത്തിരി കൂടുതലായോണ്ടേ. അങ്ങനെ ഒരു 2 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ഉച്ചത്തെ ഫുഡ് കഴിക്കായിരുന്നു. ഉച്ചയ്ക്ക് ഫുഡ് ഭയങ്കര ഹെവി ആയിരുന്നു. കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. മുരിങ്ങക്കറിയും പയറുപ്പേരിയും മീൻ വറുത്തതും മുട്ട ഓംപ്ലേറ്റും പിന്നെ ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു, രസം ഉണ്ടായിരുന്നു. ചിക്കൻ കറി രസവും ഞാൻ എടുത്തു. അങ്ങനെ എല്ലാം കൂട്ടിയിട്ട് ഒരു പിടി പിടിച്ചു. ആഹാ, എന്താ സുഖം. അങ്ങനെ വൈകുന്നേരം 4 മണി 4:30 ആയപ്പോൾ നമ്മൾ ചായ കുടിക്കായിരുന്നു. ഹലുവയും ബ്രെഡ് ടോസ്റ്റും പിന്നെ കട്ടൻ ചായയും ഒക്കെ ഉണ്ടായിരുന്നു. ഹലുവ നമ്മൾ ഇന്നലെ വീട്ടിൽ അടുത്ത താലപ്പൊലിക്ക് പോയപ്പോൾ കൊടുന്നതാണ് കേട്ടോ. അത് കാണുമ്പോൾ എപ്പോഴും വായിൽ വെള്ളം വരികയാണ്. അതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ വൈകുന്നേരത്തെ ചായ കൂടി കേമാക്കി. അങ്ങനെ രാത്രി 9 മണി 9:30 ആയപ്പോഴാണ് രാത്രിയത്തെ ഫുഡ് കഴിച്ചത്. രാത്രിക്ക് ഒന്നും അങ്ങനെ സ്പെഷ്യലൊന്നും ഉണ്ടായിരുന്നില്ല. ഉച്ചയാകുമ്പോഴത്തെ സെയിം ഫുഡ് തന്നെയായിരുന്നു. മുരിങ്ങക്കറിയും പയറുപ്പേരിയും മുട്ട ഓംപ്ലേറ്റൊക്കെ, അതൊക്കെ കൂട്ടിയിട്ട് കഴിച്ചിട്ട് ഞങ്ങൾ കിടന്നുറങ്ങി.